ഗൈസ് വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ പുലർച്ചയ്ക്ക് ഡൽഹിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഗോവയ്ക്ക് പോയോണ്ടിരിക്കുകയാണ്. നമ്മൾ ഗോവയിലെത്തിയത് ഒരു 9 മണി 10 മണി അപ്പോൾ നമ്മൾ ഗോവയിലെത്തി. ഇതപ്പോൾ ഗോവയിൽ ഒരു ഫേമസ് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. നമ്മളടുത്തൊരു ഫോർട്ടിക്കാണ് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് ഇതാണ് ഇപ്പോൾ ഫോർട്ട്. വേറെ വിഷ്വൽസ് ഒന്നും ഇല്ല, ഞാൻ കാണിക്കുന്ന അഭ്യാസമൊന്നും നോക്കണ്ട. അപ്പോൾ ഇവിടുത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു. ഇതൊരു ചർച്ചാണ്, ഓൾഡ് ചർച്ച് എന്നൊക്കെ പറയും, അറിയില്ല എന്നൊരു കഥ. അവിടുത്തെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വേറൊരു ഇതിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു, അവിടേക്ക് പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മള് വൈകിട്ടായിപ്പോൾ നമ്മൾ റിസോർട്ടിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷൊക്കെ ആയി പുറത്തിറങ്ങി. അതിന്റെ ഇടയിൽ നമ്മൾ വണ്ടിയൊക്കെ റെന്റിനെടുത്തു. റെന്റിനെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ചടച്ച പരിപാടി വേറെ ഉണ്ടാവില്ല ഗോവയിൽ ചെന്നാൽ. നമ്മള് ഭാഷ അറിയാണ്ട് പോയി കഴിഞ്ഞാൽ അവര് നമ്മളെ നല്ല രീതിയിൽ പെടുത്തും. വീഡിയോടെ വണ്ടി ഒന്നും എടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വിടും ചെയ്യും. അങ്ങനെ അവസാനം വണ്ടിയൊക്കെ നമ്മൾ റെന്റിനെടുത്ത് ആസ് യൂഷ്വൽ വൈകുന്നേരം ഇപ്പോൾ നമ്മൾ ബാഗ ബീച്ചിൽ പോയി. ബാഗ ബീച്ചിലത്തെ കണ്ടീഷൻസും പരിപാടികളും ഇതൊക്കെ എങ്ങനെയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. പിന്നെ ഗോവയിലത്തെ സ്ഥിരം പരിപാടി പിടിച്ചു. അങ്ങനെ നടന്ന് പബ്ബൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കായിരുന്നു എല്ലാവരും കൂടി. നല്ല അടിപൊളി വൈബായിരുന്നു. നമ്മൾ ബാഗ ബീച്ചിലെത്തി. ഇപ്പൊ നമ്മുടെ കൂടെ നന്ദനാജനായരുണ്ട്, പിന്നെ ബാക്കിയുള്ള പിള്ളേരൊക്കെ പിന്നിലുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, എവിടം വരെ എത്തുന്ന അറിയില്ല. അപ്പൊ ബാക്കിയൊക്കെ വീഡിയോസ് കാണാം. ഉണ്ടാവും, വീണ്ടും വ്ളോഗ് ഉണ്ടാവും. കുറച്ചേരം കഴിഞ്ഞ് നടന്നൊക്കെ നോക്കിയപ്പോ നമ്മുടെ സുനിത മിസ് തലയിൽ ഇതേ ഈ അഭ്യാസം കാണിക്കുന്ന ഈ സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ സുനിത മിസ് കെട്ടി കഴിഞ്ഞപ്പോ പിന്നാലെ നമ്മുടെ ബാക്കിയുള്ള മിസ്സുമാരും കൂടിയും കെട്ടുണ്ടായി. അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരുടെ തലയിൽ റിഫ്ലക്ടർ വെച്ച പോലെ ഉണ്ടാവും. 2 വെള്ളി തലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് പിന്നെ ഒരു സ്ഥലത്ത് ഇരുന്നു. പിന്നെ നമ്മള് ഹുക്കൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ വിളിച്ച് കുറച്ചേരം എൻജോയ് ചെയ്തൊക്കെ ഇരുന്നു. പിന്നെ രാത്രിയപ്പോ വീട്ടിലേക്കല്ല റിസോർട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ രാവിലെ എനിക്ക് ഓരോ സ്ഥലങ്ങൾ കാണാൻ പോയി, ബീച്ചിൽ പോയി. അത് കഴിഞ്ഞ് വൈകിട്ടായിപ്പോ നമ്മള് കോൾവ ബീച്ചിൽ എത്തി. പർച്ചേസിംഗ് ഒക്കെ നടത്തി പതുക്കെ വീട്ടിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായി. മെമ്മറീസ് മാത്രം ബാക്കി. അവസാന ട്രിപ്പും കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി.